ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ വാസവൻ. ആ നേരത്ത് ശ്രീകാന്ത് ദേ ചുറ്റിനും ക്യാമറ ഉണ്ട് കേട്ടോ. നാളെ MLA ആവാൻ പോകുന്ന ആളാണ്. നിങ്ങൾക്ക് വീട്ടിലിരിക്കാമെങ്കിലും പാർട്ടിക്കാർക്ക് ഇതൊരു ക്ഷീണാവും എന്നൊക്കെ പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വാസവനെ ഭീഷണിപ്പെടുത്തുമ്പോൾ വാസവൻ കൈയെടുക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ശ്രീനിവാസനെയും വാസവനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ മകനെ കൊന്നതാണല്ലോ വിഷയം. അത് വിക്രമാണ് കൊന്നത് എന്നതുള്ളതിന് ഏക തെളിവായിരുന്നു പുളിക്കൻ. തെളിവ് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ, പറഞ്ഞ മൊഴി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസനെ നോക്കുകയാണ്. രാഷ്ട്രീയത്തിൽ എതിര് നിൽക്കുന്ന ആളെ കുത്തിക്കൊലപ്പെടുത്തിയൊരു പങ്ക് ദേ ഇയാൾക്കുണ്ടാവും എന്നൊക്കെ പറയാണ്. അത് കേട്ടിട്ട് ശ്രീനിവാസന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കാറിൻ്റെ ബോണറ്റിൻ്റെ മുന്നിലേക്ക് തള്ളുകയാണ്. എന്നിട്ട് ശ്രീനിവാസൻ പറയാണ്, ഡാ ഞാനിതൊക്കെ അവസാനിപ്പിച്ചതാണടാ, എന്നിട്ട് നീയായിട്ട് ഇനി ഇത് രണ്ടാമതൊന്നും തുടങ്ങി വെക്കരുത് എന്നൊക്കെ പറയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ചെയ്യും, അതിൻ്റെ ഇടയിൽ നീയായിട്ട് കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും വാസവൻ വന്നിട്ട് ശ്രീനിവാസനെ പിടിച്ചു മാറ്റുകയാണ്. വിട് ശ്രീനി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വാസവൻ തന്നെ ശ്രീകാന്തിന്റെ കഴുത്തിന് വീണ്ടും കുത്തിപ്പിടിക്കുകയാണ്. ഞാൻ കണ്ട ആളല്ല നീ എന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ മകൻ്റെ കൊലപാതകത്തിൽ നിൻ്റെ നിഴലെങ്ങാനും ഉണ്ടെന്ന് ഞാനെന്ന് അറിഞ്ഞാൽ പോലീസ് മാത്രമല്ലടാ, കോടതിയും ഞാനായിരിക്കും, നിൻ്റെ ആരാച്ചാരും ഞാനായിരിക്കും. പിന്നെ ഞാൻ MLA ആയിട്ടുണ്ടെങ്കിൽ ആ പട്ടം ഞാൻ അങ്ങ് ഊരി വെക്കും. എനിക്കതൊന്നൊരു ചുക്കുമല്ലടാ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ജനമധ്യത്തിലിട്ട് നിൻ്റെ കഴുത്ത് ഞാൻ അറക്കടാ. അതായിരിക്കും ഈ വാസവൻ ചെയ്യാൻ പോകുന്നത്. ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നീ അടുത്ത കളിക്ക് ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാസവൻ ശ്രീകാന്തിനെ തട്ടിയിടുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ പറയാണ്, നീ അടുത്ത കളിക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിക്കോ, അല്ലെങ്കിൽ നീ വൈകാതെ തന്നെ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവാണ്. അവർ പോയതിന് ശേഷം ശ്രീകാന്ത് നന്നായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. വേഗം തന്നെ കാറിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. അച്ഛൻ എവിടെയെന്ന് ചോദിക്കാം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയും, ഞാനിവിടെ ബാറിൽ തന്നെ ഉണ്ടടാ, ഞാൻ പോയിട്ടില്ല എന്ന് പറയും. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം ചന്ദ്രശേഖരൻ പറയാണ്, ഇവനിപ്പോൾ മതിയെന്ന് പറഞ്ഞ് പോയതാണല്ലോ, പിന്നെ എന്താ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിത് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ബാറിലേക്ക് ഓടി വന്നിട്ട് അവിടെ ടേബിളിലുണ്ടായിരുന്ന ഗ്ലാസ്സിൽ നിറച്ച് വെച്ച മദ്യം പെട്ടെന്ന് വെപ്രാളത്തിലെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ എന്താ നിനക്ക് പറ്റിയേ? നീ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെന്താ നീ ഇങ്ങനെ എടുത്ത് കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്രീകാന്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, നീ എന്ത് പണിയാടാ കാണിച്ചത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതച്ഛാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം നിൻ്റെ ഈഗോ കാരണം നീ വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞൂല്ലേ, എന്നിട്ട് എന്തുണ്ടായി? എടാ, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം, എന്നെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞില്ലേ. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വലിയ പുലിവാലാവും എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നെ വേദ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വിക്രം അവിടേക്ക് കടന്നു വരികയാണ്. അപ്പം വേദയുടെ അടുത്ത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. നീ നേരത്തെ കിടന്നോ? അച്ഛനായിട്ട് സംസാരിക്കുമ്പം ചിലപ്പോൾ തോന്നും അങ്ങനെ ഒരു പ്രവാചകനാണെന്ന്, ചിലപ്പോൾ തോന്നും മുഴുവട്ടനാണെന്ന്, എന്തൊക്കെ കഴിവുള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പനിയോ? അപ്പോൾ വേഗം വേദയെ തൊട്ട് നോക്കുകയാണ്. നല്ല ചൂടുണ്ടല്ലോ, ഇവിടെ പാരസിറ്റമോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അതൊന്നും ഇല്ലയെന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനിത്തിരി കഞ്ഞി എടുത്ത് കൊണ്ടുവരട്ടെ? വേണ്ട, എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് അവിടെ ഇരുത്താണ്. അപ്പം വിക്രമാണെങ്കിലോ വേദയുടെ കവിളിലും നെറുകയിലൊക്കെ തലോടി കൊടുക്കുകയാണ്. അപ്പം വേദയ്ക്ക് നല്ലൊരു ആശ്വാസമായിട്ട് തോന്നുകയാണ്. വിക്രം വീണ്ടും പറയും, ഞാൻ കഞ്ഞി ചൂടാക്കി എടുക്കാം, അനിയൻകുട്ടനും കൊടുക്കണ്ടേ, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാമെന്ന് പറയും. അപ്പോൾ വേദ പറയും, അത് വേണ്ട, കുറച്ച് കഴിയട്ടെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് വിക്രം പോയി ഒരു കാപ്പി എടുത്ത് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഗീവർഗീസും മേരിയും അവിടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മേരി ചോദിക്കും, വേദ എവിടെയെന്ന്. അപ്പം വിക്രം പറയും, അവൾക്ക് പനിയാണ്, പനി പിടിച്ച് കിടക്കുകയാണ് എന്ന്. എന്നാൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മേരി വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മേരി ചോദിക്കും, എന്താ പനി പിടിച്ചോന്ന്. അപ്പോൾ വേദ പറയും, അത് സാരമില്ല, 2 ദിവസം വെയിലൊക്കെ കൊണ്ടതിൻ്റെയാണ് എന്ന് പറയും. അപ്പം മേരി, അത് പ്രേമപ്പനിയാണ്. പ്രേമപ്പനിയോ? അതെ പ്രേമപ്പനി. പ്രകാശൻ മാഗത്താൻ്റെ നോവലിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ റിൻഷിയും ജോഷിയും നല്ല പ്രേമത്തിലായിരുന്നു. ഒരു ദിവസം റിൻഷിക്ക് പനി വന്നു. പ്രേമം ഉള്ളിടത്ത് പനി വരും എന്നൊക്കെ പറയാണ്.
കൂടെയുള്ളവൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനി എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. അത് കേട്ടിട്ട് വേദയ്ക്ക് നന്നായിട്ട് ചിരിയും സന്തോഷമൊക്കെ വരുന്നുണ്ട്. വേദ പറയും, മേരി ചേച്ചി ആള് കൊള്ളാലോ, ഇതൊക്കെ ചേച്ചി എവിടുന്നാ പഠിച്ചത്? നോവലിന് മാലകമാരെ കൂട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവരുടെ അടുത്തേക്ക് വിക്രം വരികയാണ്. ഞാനെന്നാ പോട്ടെ, നീ കഞ്ഞി ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വിക്രം പോയിക്കോ, ഞാൻ കഞ്ഞിയൊക്കെ എടുത്ത് കഴിച്ചോളാം എന്ന് പറയാണ്. അതിനുശേഷം മേരി വേദയുടെ തലയിൽ കൈവച്ചിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കും, എന്താ പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ മേരി പറയും, മാലാഖമാരോട് പ്രാർത്ഥിച്ചതാണ്, മാലാഖമാരുടെ കൂട്ടുണ്ടാവും എന്ന് പറയാണ്. ഈ പനിയൊക്കെ വേഗം പൊയ്ക്കോളും എന്ന് ആശ്വസിപ്പിച്ചിട്ട് മേരി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് ജോബി അവിടെ വേദയെ കാത്ത് നിൽക്കുകയാണ്. വേദയെ കാണാതാവുമ്പോൾ മേരിയുടെ അടുത്ത് ചോദിക്കും, ഇന്നെന്താ പുതിയ ആൾ വന്നിട്ടില്ലേന്ന്. അപ്പം മേരി പറയും, ആൾക്ക് നല്ല പനിയാണ്. പനിയോ? അതെ, ആരുടെയോ കണ്ണ് തട്ടിയതാണെന്ന് പറയും. അമ്മാതിരിയാണല്ലോ ആളുകളുടെ നോട്ടം. എന്താ മേരി അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സാറേ, ആരുടെ കണ്ണ് തട്ടിയതാ, ആരുടെ കണ്ണ് തട്ടിയതാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് മേരി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അയാൾ ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണുന്ന സമയത്ത് വിക്രമിൻ്റെയും വേദയുടെയും വീഡിയോ കാണുകയാണ്. ആ വീഡിയോയിൽ ഇവരുടെ കല്യാണത്തെക്കുറിച്ചും അതുപോലെ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ് വേദ എന്നുള്ള കാര്യം, അതുപോലെ വാസവൻ്റെ മകനെ കുത്തി കൊലപ്പെടുത്തിയതിന് ശേഷം വിക്രം ഒളിവിൽ പോയതാണെന്നുള്ള വാർത്തയും ഒക്കെയാണ്. ജോബി അതിലൂടെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വിക്രം ഒരു ഗുണ്ടയാണെന്നും ഇവർ ഇതിനു മുമ്പേ ഒളിച്ചോടിയതാണെന്നും ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ജോബി മനസ്സിലാക്കുകയാണ്. ഇതേ സമയം ഗീവർഗീസും വിക്രവും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീവർഗീസ് ചോദിക്കും, തനിക്ക് നന്നായിട്ട് പണിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ വിക്രം പറയും, അച്ഛനൊരു മാഷ് മാത്രമല്ല, ഒരു കൃഷിക്കാരനും കൂടെയാണ്. ചെറുപ്പത്തിൽ ഞാൻ അച്ഛൻ്റെ കൂടെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ്. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ഒരാൾ വരികയാണ്. ഇതേ അച്ഛൻ വിളിക്കുന്നു, അയാളെയും കൂടെ കൂട്ടിക്കോ എന്ന് പറയാണ്. ഓ ശരി വിക്രം, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ വിക്രം പറയും, ഇതേ ഞാൻ ഈ പണി തീർത്തിട്ട് വേഗം വന്നേക്കാം എന്ന് പറയും. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വർഗീസ് ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കും, വിക്രം എവിടെ? ഇതേ വരുന്നുണ്ട് എന്ന് പറയും. എന്താ അച്ഛോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വിക്രം കൂടെ വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രം വരികയാണ്. അപ്പോൾ വിക്രം ചോദിക്കും, എന്താ അച്ഛോ കാര്യം എന്ന്. അതെ, വാർത്ത വെക്ക്, നമുക്ക് ആദ്യം വാർത്ത കേൾക്കാം, ഇന്നെന്തായാലും വോട്ടെണ്ണലാണല്ലോ. ഓ ഞാനത് മറന്നുപോയി എന്ന് വിക്രം പറയാണ്. അങ്ങനെ ഗീവർഗീസ് ചെന്നിട്ട് TV വെക്കുകയാണ്. TV ഓണാക്കുന്ന സമയത്ത് വോട്ടെണ്ണലിൻ്റെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കേൾക്കുകയാണ്. ആ ന്യൂസിലൂടെ വാസവനാണ് ജയിച്ചത് എന്ന കാര്യം വിക്രം മനസ്സിലാക്കുകയാണ്. ആ ഒരു വാർത്ത കേട്ട് വിക്രം ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.